ഹായ് ഓൾ. അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷർമെൻറ്റ്സ് ഓഫ് കപ്പാസിറ്റൻസ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷെറിൻ ബ്രിഡ്ജ് ആണ്. ഷെറിൻ ബ്രിഡ്ജ്. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയുള്ള എല്ലാത്തിലും മെഷർമെൻറ്റ്സ് ഓഫ് കപ്പാസിറ്റൻസ് ആയിക്കോട്ടെ, ഇൻഡക്റ്റൻസ് ആയിക്കോട്ടെ, എല്ലാ കേസിലും നമ്മൾ Z1 Z4 is equal to Z2 into Z3 ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെന്താണ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ബ്രിഡ്ജിൻ്റെ ഷേപ്പ് എല്ലാത്തിലും ഇതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് C1 R1 രണ്ട് കപ്പാസിറ്റൻസ്, ഒരു കപ്പാസിറ്റൻസ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് R1. അതുപോലെ ഈ ഒരു ആമിൽ നേരെ ഓപ്പോസിറ്റ് ആമിൽ വരുന്നത് റെസിസ്റ്റൻസ് R4 ഇൻ പാരലൽ വിത്ത് എ കപ്പാസിറ്റർ C4. ഈ C4 എന്നുള്ള കപ്പാസിറ്റൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആമിൽ വരുന്നത് R3 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. ഇവിടെ വരുന്നത് C2. ഇതാണ് ഷെറിൻ ബ്രിഡ്ജിൻ്റെ ഒരു സ്ട്രക്ചർ. അതായത് ഒരു കപ്പാസിറ്റർ ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റർ, അതുപോലെ ഒരു കപ്പാസിറ്റർ ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റർ, പിന്നെ ഒരു റെസിസ്റ്റൻസും ഒരു കപ്പാസിറ്റൻസും. അപ്പോൾ ഇനി നമ്മൾ Z1 Z4 is equal to Z2 Z3 എന്നുള്ള രീതിയിലേക്ക് ഇക്വേഷൻ എഴുതി. അപ്പോൾ ഇനി ഇതിൽ Z1 ഓരോന്നിൻ്റെ കേസിലുള്ള ഇമ്പിഡൻസ് Z1 Z2 Z3 Z4 ഇത് ഓരോന്നും കണ്ടുപിടിക്കുക. Z1 എന്താണ്? കപ്പാസിറ്റൻസ് ഇൻ സീരീസ് വിത്ത് R1. അപ്പോൾ R1 പ്ലസ് 1/j⍵ C1. R1 പ്ലസ് 1/j⍵ C1. Z2 എന്താണ്? Z2 എന്ന് പറഞ്ഞാൽ ഈ C2 എന്നുള്ള കപ്പാസിറ്റൻസിൻ്റെ ഇമ്പിഡൻസ് 1/j⍵ C2. 1/j⍵ C2. Z3 എന്താണ്? Z3 is equal to R3 അല്ലേ, ഇത് തന്നെയാണ്. ഇനി Z4 എന്തായിരിക്കും? Z4 is equal to C4ഉം R4ഉം പാരലലാണ്. അപ്പം C4 into R4 ഡിവൈഡ് ബൈ C4 പ്ലസ് R4 അല്ലേ. നമ്മൾ സാധാരണ രണ്ട് റെസിസ്റ്റൻസ് പാരലായ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ C4ന് പകരം 1/j⍵ C4 പ്ലസ് R4 ഇൻറ്റു R4 ഡിവൈഡ് ബൈ 1/j⍵ C4 പ്ലസ് R4. അത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഈ രണ്ടിലും j⍵ C4 ഡിനോമിനേറ്ററായിട്ട് വരും. അപ്പോൾ ആ j⍵ C4ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? R4 ഡിവൈഡ് ബൈ 1 പ്ലസ് j⍵ R4 C4 എന്ന് കിട്ടും. ഓക്കെ, അതായത് രണ്ട് ഇമ്പിഡൻസസ് പാരലൽ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ ആഡ് ചെയ്തു. അതായത് R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 അല്ലേ. ആ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്ക് Z1 Z4 is equal to Z2 Z3 എന്നുള്ളതുണ്ട്. അപ്പോൾ Z1ന് പകരം R1 പ്ലസ് j⍵ C1 ആഡ് ചെയ്തു. Z4ന് പകരം R4 ഡിവൈഡ് ബൈ 1 പ്ലസ് j⍵ C4 R4 എന്ന് എഴുതി. നമുക്ക് കിട്ടിയത് Z4 C4ഉം R4ഉം പാരലായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഇനി Z2ന് പകരം 1/j⍵ C2 ഉണ്ട്, Z3ക്ക് പകരം R3 എന്നും ഉണ്ട് അല്ല. ഇനി നോക്കാം, ഇനി എന്ത് ചെയ്തു? ഇതിനെ j⍵ C1 ഇൻറ്റു R1 പ്ലസ് 1 ഡിവൈഡ് ബൈ j⍵ C1 എഴുതി. ഇതേതുപോലെ തന്നെ R4/1 പ്ലസ് j⍵ C4 R4 എന്ന് എഴുതി. ഈ R3/j⍵ C2 എന്ന് എഴുതി. അപ്പോൾ ഇതിൽ ഡൗട്ടില്ല. ഇനി നോക്കാം, ഇനി ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തു. R1 ഇൻറ്റു R4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ ഡിനോമിനേറ്ററിലെ j⍵ C2നെ ന്യൂമറേറ്ററിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ j⍵ C1 ഇൻറ്റു 1 പ്ലസ് j⍵ C4 മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അതിനെ ഈ R3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ കിട്ടുക? R4 ഇൻറ്റു j⍵ C2 ഇൻറ്റു ഈ ഒരു ടേം 1 പ്ലസ് j⍵ R1 C1 which is equal to R3 into j⍵ C1 into 1 plus j⍵ C4 into R4 ഈ ഒരു ടേം അല്ലേ. ഇനി നമ്മളതിനെ ഉള്ളിലിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ R4 j⍵ C2
മൈനസ്, കാരണം ഈ ജെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? മൈനസ്. ജെ എന്ന് പറഞ്ഞാൽ √-1 ആണ്. അപ്പോൾ ജെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √-1 ദ ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ആണ്. അതുകൊണ്ട് -ω² R1 C1 C2 R4 എന്ന് കിട്ടി അല്ലേ? ω² R1 C1 C2 R4 വിച്ച് ഈസ് ഈക്വൽ ടു ഈ R3 jωC1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ R3 jωC1 കിട്ടി. 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പം മൈനസ് എന്തൊക്കെ വരും? ω² വരും, C1 വരും, R3 വരും, C4 വരും, R4 വരും അല്ലേ? ഇനി അടുത്ത് നോക്കുന്നത് ഇമാജിനറി പാർട്ട്, അതായത് ജെ ഉള്ള പാർട്സും ജെ ഇല്ലാത്ത പാർട്സും ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ ജെ ഉള്ള പാർട്സ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ jωR4 C2, അതായത് ω/R4 C2 ഇസ് ഈക്വൽ ടു ഇതിലേതാ? J × R3 × ω/C1 ദർഫോർ ω/C1 R3 അല്ലേ? അതിൽ ω ക്യാൻസൽ ആയിപ്പോയി. R4 C2 ഇസ് ഈക്വൽ ടു R3 C1 ദർഫോർ C1 ഇസ് ഈക്വൽ ടു R4/R3 × C2. നമുക്ക് C1 കിട്ടി അല്ലേ? C1 കിട്ടി. C1 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട കപ്പാസിറ്റൻസ്. ആ C1 നമുക്ക് കിട്ടി. C2 എന്താണ്? വേരിയബിൾ ആണ് അല്ല, C2 നമുക്ക് വേരി ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ C1 ഈസ് ഈക്വൽ ടു R4/R3 × C2 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മളെ C1-ന് പാരലലായിട്ട് എന്തുണ്ട്? സീരീസ് ആയിട്ടൊരു കപ്പാസിറ്റൻസ് ഒരു റെസിസ്റ്റൻസ് R1 ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇമാജിനറി പാർട്സ് ഇക്വേറ്റ് ചെയ്തു. റിയൽ പാർട്സ് ഇക്വേറ്റ് ചെയ്തു. അപ്പം ω² ഇൻറ്റു ഈ ഒരു ടേമും ഈ ഒരു ടേമും അല്ലേ? ω² R1 C1 C2 R4 ഈസ് ഈക്വൽ ടു ω² C1 R3 C4 R4. ഇതിൽ ω² ക്യാൻസലായിപ്പോയി, C1 ക്യാൻസലായിപ്പോയി, R4 ക്യാൻസലായിപ്പോയി. ഇനി എന്താ ഉള്ളത്? R1 C2 മാത്രം ഇവിടെ ഉണ്ട്. ഇപ്പുറത്തെ ടേമിൽ R2 C4 ഉണ്ട് അല്ലേ? അപ്പം R1 ഇനി അതുകൊണ്ട് ദർഫോർ R1 ഇസ് ഈക്വൽ ടു R2 C4/C2 അപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസ് C1-ഉം റെസിസ്റ്റൻസ് R1-ഉം കിട്ടി. ഓക്കെ, ഇനി ഇവിടെ ഈ വേരിയബിൾ കപ്പാസിറ്റൻസ് ഇത് വേണമെങ്കിൽ വേരി ചെയ്യാം, ഈ റെസിസ്റ്റൻസ് വേണമെങ്കിൽ വേരി ചെയ്യാം, എല്ലാം വേരി ചെയ്യാൻ പറ്റും. അതായത് നോൺ റെസിസ്റ്റൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ, കാരണം ആ റെസിസ്റ്റൻസ് നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജ് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അറിയുന്ന റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കും. ഓക്കെ, അറിയുന്ന റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കും, ബട്ട് എന്താണ് വേരി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് മെഷർമെൻറ്റ്സ് ഓഫ് കപ്പാസിറ്റൻസ് യൂസിങ് ഷെറിൻ ബ്രിഡ്ജ്. ഇനി ഷെറിൻ ബ്രിഡ്ജ് നിങ്ങൾ ഇങ്ങനെ തന്നെ വരക്കണമെന്നില്ല, ഈ ഒരു ഷേപ്പിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പം ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ എന്തായിരിക്കും ഉണ്ടാവുക? വേറെ ഷേപ്പിലായിരിക്കും ഷെറിൻ ബ്രിഡ്ജ് ഉണ്ടാവുക. ഞങ്ങൾ വരച്ച് കാണിക്കാം. അതായത് ഇവിടെ റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് C1 R1 ഉണ്ടാവും, അതുപോലെ ഇവിടെ R2 ഉണ്ടാവും, ഇവിടെ ഗാൽവനോമീറ്റർ ഉണ്ടാവും, നെക്സ്റ്റ് ഇവിടെ C3 ഉണ്ടാവും, അതുപോലെ RX CX ഇങ്ങനെ എക്സ്, അത് നമുക്ക് അറിയാത്തതിന് എക്സ് എന്ന് കിട്ടും. ഈ ഒരു രീതിയിലുണ്ടാവും. എന്നിട്ട് ഇവിടെ നിന്നും നമ്മൾ സപ്ലൈ കൊടുക്കും. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാവുക. അപ്പം എങ്ങനെയാണോ നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് ആ ഒരു ഷേപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇക്വേഷൻസ് വരിക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബേസിക്കായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് കപ്പാസിറ്റൻസ് മെഷർമെൻറ്റ് യൂസിങ് ഷെറിൻ ബ്രിഡ്ജ്. ഓക്കെ, ഇനി ഇതിൽ പവർ ഫാക്ടർ ഒരു സീരീസ് RC സർക്യൂട്ട് ആയതുകൊണ്ട് അതിൻ്റെ പവർ ഫാക്ടർ മെഷർ ചെയ്യാനുണ്ട്. അപ്പോൾ പവർ ഫാക്ടർ ഇസ് ഡിഫൈൻഡ് ആസ് ദി കൊസൈൻ ഓഫ് ഫേസ് ആംഗിൾ ഓഫ് ദി സർക്യൂട്ട്. അപ്പോൾ നമുക്ക് R ഉം C ഉം ഉണ്ടാകുമ്പോൾ അവിടെ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ കൊസൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പവർ ഫാക്ടർ കിട്ടും. അപ്പം പവർ ഫാക്ടർ ഓഫ് ദി സർക്യൂട്ട് ഇസ് ഈക്വൽ ടു RX/C
ZX എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, അങ്ങനെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഡിസിപ്പേഷൻ ഫാക്ടർ D = RX/XX. ഓക്കെ, ഇങ്ങനെയുള്ള 2 ടേംസ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കൂടി ഇല്ല. ഓക്കെ, അപ്പം ഞാനൊരു നോട്ട്സ് അയച്ചു തരുമ്പോൾ അതുകൂടി നിങ്ങൾ നോട്ടിൽ എഴുതാം. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് പോയിൻറ്റ്സ് കൂടി ഉണ്ട്, അപ്പോൾ അതുകൂടി നോട്ടിൽ എഴുതാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.